Hello friends, in this lesson I am going to teach you how to use have, has, had correctly. Have, has present tenseലും had past tenseലുമാണ് ഉപയോഗിക്കുന്നത്. Have, has, had മെയിൻ വേർബായിട്ടും ഉപയോഗിക്കും. പെർഫെക്റ്റ് ടെൻസുകളിൽ ഓക്സിലിയറി വേർബായിട്ടും ഉപയോഗിക്കും. ഈ രണ്ട് ഉപയോഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹാവ്, ഹാസ്, ഹാഡ് എന്നത് ഒരു വേർബിൻ്റെ തന്നെ വ്യത്യസ്ത രൂപങ്ങളാണ്. ഹാവ് ആണ് ബേസ് ഫോം. പ്രസൻറ്റ് ടെൻസിൽ പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് ഹാവ് ഉപയോഗിക്കുന്നത്. സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ ഹാസുമാണ് ഉപയോഗിക്കുന്നത്. ഹാവ് മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ രണ്ട് മീനിങ്സ് ആണുള്ളത്. ഉണ്ട്, കഴിക്കുക. ഹാവ് മീൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾസ്, ഐ ഹാവ് എ ബിഗ് ഫാമിലി. എനിക്കൊരു വലിയ കുടുംബമുണ്ട്. ഇതുപോലെ എല്ലാ പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയും ഹാവ് ആണ് ഉപയോഗിക്കുക. യു, ദേ, വി. യു ഹാവ്, ദേ ഹാവ്, വി ഹാവ്. എന്നാൽ സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ ഹാസ് ആണ് ഉപയോഗിക്കുന്നത്. ഷീ, ഹി, ഇറ്റ്. ഷീ ഹാസ്, ഹി ഹാസ്, ഇറ്റ് ഹാസ്. ഇവിടെ ഐ ഹാവ് എനിക്കുണ്ട് എ ബിഗ് ഫാമിലി, ഒരു വലിയ കുടുംബം. അതുപോലെ യു ഹാവ് നിനക്കുണ്ട് എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അത് പറയാം. ഒരു കാർ ഉണ്ടെന്ന് പറയണമെങ്കിൽ എ കാർ. ഒരു വലിയ വീടുണ്ടെന്ന് പറയാൻ എ ബിഗ് ഹൗസ്. ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ടെന്ന് പറയാൻ എ ഷോപ്പിംഗ് മാൾ. ഒരു സ്കൂട്ടർ ഉണ്ട് എന്ന് പറയാൻ എ സ്കൂട്ടർ. അല്ലെങ്കിൽ ഒരു ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് എന്ന് പറയാൻ എ വൈഫ് ആൻഡ് 2 kids. ഭംഗിയുള്ള കണ്ണുകളുണ്ട്, ബ്യൂട്ടിഫുൾ ഐസ്. ഇപ്പോൾ നോക്കൂ, ഐ ഹാവ് എ ബിഗ് ഫാമിലി, എനിക്കൊരു വലിയ ഫാമിലി ഉണ്ട്. യു ഹാവ് എ കാർ, നിനക്കൊരു കാറുണ്ട്. ദേ ഹാവ് എ ബിഗ് ഹൗസ്, അവർക്കൊരു വലിയ വീടുണ്ട്. വി ഹാവ് എ ഷോപ്പിംഗ് മാൾ, ഞങ്ങൾക്കൊരു ഷോപ്പിംഗ് മാളുണ്ട്. ഷീ ഹാസ് എ സ്കൂട്ടർ, അവൾക്കൊരു സ്കൂട്ടറുണ്ട്. ഹി ഹാസ് എ വൈഫ് ആൻഡ് 2 kids, അവന് ഒരു ഭാര്യയും 2 മക്കളുമുണ്ട്. ഇറ്റ് ഹാസ് ബ്യൂട്ടിഫുൾ ഐസ്, അതിന് ഭംഗിയുള്ള കണ്ണുകളുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസുകളെല്ലാം തന്നെ പ്രസൻറ്റ് ടെൻസിലുള്ളവയാണ്. അതായത് ഇപ്പോൾ ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴില്ല എന്നാണ് പറയേണ്ടത് എങ്കിൽ പാസ്റ്റ് ടെൻസാക്കി പറയണം. അതായത് പാസ്റ്റിലുണ്ടായിരുന്നു, ഇപ്പോഴില്ല. അങ്ങനെ പറയാൻ ഹാവ്, ഹാസിന് പകരം ഹാഡ് ആക്കിയാൽ മതി. പാസ്റ്റിൽ സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച്, അതായത് സിംഗുലറോ പ്ലൂറലോ ആവുന്നതിനനുസരിച്ച് വേർബിന് മാറ്റം വരില്ല. ഹാഡ് മാത്രമാണ് ഉപയോഗിക്കുക. ഐ ഹാഡ് എ ബിഗ് ഫാമിലി, എനിക്കൊരു വലിയ ഫാമിലി ഉണ്ടായിരുന്നു മീൻസ് ഇപ്പോൾ ആ വലിയ ഫാമിലി ഇല്ല. യു ഹാഡ് എ കാർ, നിനക്കൊരു കാർ ഉണ്ടായിരുന്നു മീൻസ് ഇപ്പോൾ കാറില്ല. ദേ ഹാഡ് എ ബിഗ് ഹൗസ്, അവർക്കൊരു വലിയ വീട് ഉണ്ടായിരുന്നു. വി ഹാഡ് എ ഷോപ്പിംഗ് മാൾ, ഞങ്ങൾക്കൊരു ഷോപ്പിംഗ് മാൾ ഉണ്ടായിരുന്നു. ഷി ഹാഡ് എ സ്കൂട്ടർ, അവൾക്കൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ വൈഫ് ആൻഡ് 2 kids, അദ്ദേഹത്തിനൊരു ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് ബ്യൂട്ടിഫുൾ ഐസ്, അതിന് ഭംഗിയുള്ള കണ്ണുകൾ ഉണ്ടായിരുന്നു മീൻസ് ഇപ്പോൾ ഇല്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴില്ല, പണ്ട് പാസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഒരു എക്സസൈസ് നോക്കാം. ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്ട്സിൻ്റെ കൂടെ ഹാവ് ആണോ ഹാസ് ആണോ ഉപയോഗിക്കേണ്ടത് എന്ന് പറയണം. ആലോചിക്കാൻ സമയം വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വീണ്ടും പ്ലേ ചെയ്യാം. ഓക്കെ, മൈ ഫ്രണ്ട്സ്. മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ. ഇവിടെ കൂട്ടുകാർക്കുള്ള ഒരു കാര്യമാണ് പറയുന്നത്. കൂട്ടുകാർ എന്ന് പറയുമ്പോൾ അത് പ്ലൂരലാണ്, അതുകൊണ്ട് ഇവിടെ ഹാവ്. അടുത്തത് ഹിസ് പാരൻസ്, അവൻ്റെ പാരൻസിനെ കുറിച്ചാണ് പറയുന്നത്. പാരൻസ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആളുകളുണ്ട്, രക്ഷിതാക്കൾ. സോ ഇവിടെയും ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് their son. their son എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ മകന്, മകൻ്റെ കാര്യമാണ് പറയുന്നത്. സോ മകൻ എന്ന് പറയുന്നത് ഒരാളാണ്, അതുകൊണ്ട് ഇവിടെ ഹാസ്. their son has. നെക്സ്റ്റ് വൺ മൈ ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ട്. ആദ്യം പറഞ്ഞത് മൈ ഫ്രണ്ട്സ് ആയിരുന്നു, എൻ്റെ കൂട്ടുകാർ. ഇവിടെ മൈ ഫ്രണ്ടാണ്, ഒരു ഫ്രണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹാസ്, മൈ ഫ്രണ്ട് ഹാസ്.
മൈ ഫ്രണ്ട്സ് ഹാവ് ബൈക്സ്. എൻ്റെ കൂട്ടുകാർക്ക് ബൈക്കുകളുണ്ട്. ഹിസ് പാരൻസ് ഹാവ് ഡെങ്കി ഫീവർ. അവൻ്റെ രക്ഷിതാക്കൾക്ക് ഡെങ്കി ഫീവർ ഉണ്ട്, ഡെങ്കിപ്പനി. ദെയർ സൺ ഹാസ് എ ഫാൻറ്റാസ്റ്റിക് സിംഗ് വോയിസ്. അവരുടെ മകന് അതിശയകരമായ ഗായക ശബ്ദമുണ്ട്. മൈ ഫ്രണ്ട് ഹാസ് 2 കിഡ്സ്. എൻ്റെ ഫ്രണ്ടിന് 2 കുട്ടികളുണ്ട്. ഇനി എങ്ങനെ ഈ സെൻറ്റൻസുകളെ നെഗറ്റീവാക്കി പറയാമെന്ന് നോക്കാം. നെഗറ്റീവാക്കി പറയുമ്പോൾ പ്ലൂരൽ സബ്ജക്ട്സിൻ്റെ കൂടെ ഡോണ്ട് ഹാവ് ആയി മാറും. സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ ഡസിൻ ഹാവ് ആയി മാറും. മൈ ഫ്രണ്ട്സ് ഡോണ്ട് ഹാവ് ബൈക്സ്. എൻ്റെ ഫ്രണ്ട്സിന് ബൈക്കുകളില്ല. ഹിസ് പാരൻസ് ഡോണ്ട് ഹാവ് ഡെങ്കി ഫീവർ. അവൻ്റെ രക്ഷിതാക്കൾക്ക് ഡെങ്കി ഫീവർ ഒന്നുമില്ല. ദെയർ സൺ ഡസിൻ ഹാവ് എ സിംഗ് വോയിസ്. അവരുടെ മകന് പാടാൻ പറ്റുന്ന ഒരു ശബ്ദമൊന്നുമില്ല. മൈ ഫ്രണ്ട് ഡസിൻ ഹാവ് 2 കിഡ്സ്. എൻ്റെ ഫ്രണ്ടിന് 2 കുട്ടികളൊന്നുമില്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ ഡസിൻ ഹാവ് ആണ് വന്നിരിക്കുന്നത്. ഡസിൻ ഹാസ് അല്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. ഡസിൻ ഹാസ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇവിടെ പ്ലൂരലിനും സിംഗുലറിനും അനുസരിച്ച് ഡോണ്ടും ഡസിൻറ്റുമായി മാറുന്നുണ്ട്. പിന്നെ വേറൊരു മാറ്റം അവിടെ ആവശ്യമില്ല. സോ ഡോണ്ട് കഴിഞ്ഞാലും ഡസിൻറ്റ് കഴിഞ്ഞാലും ഹാവ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഈ സെൻറ്റൻസുകൾ എങ്ങനെ പാസ്റ്റിൽ പറയാം? മൈ ഫ്രണ്ട്സ് ഹാഡ് ബൈക്സ്. എൻ്റെ കൂട്ടുകാർക്ക് ബൈക്ക് ഉണ്ടായിരുന്നു. ഹിസ് പാരൻസ് ഹാഡ് ഡെങ്കി ഫീവർ. അവൻ്റെ രക്ഷിതാക്കൾക്ക് ഡെങ്കി ഫീവർ ഉണ്ടായിരുന്നു. ദെയർ സൺ ഹാഡ് എ ഫാൻറ്റാസ്റ്റിക് സിംഗ് വോയിസ്. അവരുടെ മകന് അതിശയകരമായ പാടാനുള്ള ഒരു ശബ്ദമുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ആ ശബ്ദമില്ല, എന്തെങ്കിലും കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു. മൈ ഫ്രണ്ട് ഹാഡ് 2 കിഡ്സ്. എൻ്റെ ഫ്രണ്ടിന് 2 കുട്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കുട്ടികൾ ഇല്ല. ഇനി ഈ സെൻറ്റൻസുകളെ എങ്ങനെ നെഗറ്റീവാക്കി പറയാം? അതായത് ഇവിടെ മൈ ഫ്രണ്ട്സ് ഹാഡ് ബൈക്സ്. എൻ്റെ കൂട്ടുകാർക്ക് ബൈക്ക് ഉണ്ടായിരുന്നു. ഇനി എൻ്റെ കൂട്ടുകാർക്ക് ബൈക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയണം. അങ്ങനെ പറയാൻ ഡിഡിൻ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഡിഡിൻ ഹാവ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിഡിൻ ഹാഡ് അല്ല, ഡിഡിൻ ഹാവ്. മൈ ഫ്രണ്ട്സ് ഡിഡിൻ ഹാവ് ബൈക്സ്. എൻ്റെ ഫ്രണ്ട്സിന് ബൈക്കുകൾ ഉണ്ടായിരുന്നില്ല. ഹിസ് പാരൻസ് ഡിഡിൻ ഹാവ് ഡെങ്കി ഫീവർ. അവൻ്റെ രക്ഷിതാക്കൾക്ക് ഡെങ്കി ഫീവർ ഒന്നും ഉണ്ടായിരുന്നില്ല. ദെയർ സൺ ഡിഡിൻ ഹാവ് എ സിംഗ് വോയിസ്. അവരുടെ മകന് പാടാനുള്ള ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല. മൈ ഫ്രണ്ട് ഡിഡിൻ ഹാവ് 2 കിഡ്സ്. എൻ്റെ ഫ്രണ്ടിന് 2 കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഇനി ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാമെന്ന് നോക്കാം. പ്ലൂരൽ സബ്ജക്ട്സിൻ്റെ കൂടെ ഡു ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഡു യു ഹാവ്, നിങ്ങൾക്കുണ്ടോ? ഡു ദേ ഹാവ്, അവർക്കുണ്ടോ? ഡു വി ഹാവ്, ഞങ്ങൾക്കുണ്ടോ? സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ ഡസ് ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഡസ് ഹി ഹാവ്, അവനുണ്ടോ? ഡസ് ഷീ ഹാവ്, അവൾക്കുണ്ടോ? ഇനി പാസ്റ്റിലാണെങ്കിൽ പ്ലൂരൽ സബ്ജക്ട്സിൻ്റെ കൂടെയും സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയും ഡിഡ് ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഡിഡ് യു ഹാവ്, നിനക്കുണ്ടായിരുന്നോ? ഡിഡ് ദേ ഹാവ്, അവർക്കുണ്ടായിരുന്നോ? ഡിഡ് ഷീ ഹാവ്, അവൾക്കുണ്ടായിരുന്നോ? ഡിഡ് ഹീ ഹാവ്, അവനുണ്ടായിരുന്നോ? ഹാവിൻ്റെ ഉണ്ട് എന്നർത്ഥം വരുന്ന സെൻറ്റൻസുകൾക്ക് എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കിയത്. ഇനി ഹാവിൻ്റെ കുടിക്കുക അല്ലെങ്കിൽ കഴിക്കുക എന്നർത്ഥം വരുന്ന സെൻറ്റൻസുകൾക്ക് എക്സാമ്പിൾസ് നോക്കാം. ഷീ ഈസ് ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. അവൾ പ്രാതൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി വാസ് ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. അവൻ പ്രാതൽ കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ലെറ്റ്സ് ഹാവ് എ കപ്പ് ഓഫ് കോഫി. നമുക്കൊരു കപ്പ് കാപ്പി കുടിക്കാം. ഐ ഹാഡ് എ ഗ്ലാസ് ഓഫ് ലെമൺ ജ്യൂസ് വിത്ത് ദ മീൽ. ഭക്ഷണത്തോടൊപ്പം ഞാനൊരു ഗ്ലാസ് ലെമൺ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പാസ്റ്റിലാണ്, കുടിച്ചിട്ടുണ്ടായിരുന്നു. മനു ഹാസ് ചപ്പാത്തി ഫോർ ഡിന്നർ എവറി ഡേ. മനു അത്താഴത്തിന് ചപ്പാത്തിയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ഹാവ്, ഹാസ്, ഹാഡിൻ്റെയൊക്കെ മീനിങ് കഴിക്കുക, കുടിക്കുക എന്നൊക്കെയാണ്. ഇനി ഹാവ്, ഹാസ്, ഹാഡ് എന്നിവ ഓക്സിലിയറി വെർബായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. പെർഫെക്റ്റ് ടെൻസുകളിലാണ് ഹാവ്, ഹാസ്, ഹാഡ് ഓക്സിലിയറി വെർബായിട്ട് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പ്ലൂരൽ സബ്ജക്ട്സിൻ്റെ കൂടെ ഹാവും സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ ഹാസും ഓക്സിലിയറി വെർബായിട്ട് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഫിനിഷ്ഡ് എന്നതാണ് മെയിൻ വേർബ്.
പെർഫെക്റ്റ് ടെൻസിൽ അതായത് ഹാവിൻ്റെയോ ഹാസിൻ്റെയോ ഹാഡിൻ്റെയോ കൂടെ ഉപയോഗിക്കുന്ന വേർബ് എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കണം, അതായത് തേർഡ് ഫോമിലായിരിക്കണം. വേർബിൻ്റെ തേർഡ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഫിനിഷ് എന്ന വേർബിൻ്റെ തേർഡ് ഫോമാണ് ഫിനിഷ്ഡ്. ഫിനിഷ്, ഫിനിഷ്ഡ്, ഫിനിഷ്ഡ്. മറ്റൊരു എക്സാമ്പിൾ, യു ഹാവ് ബ്രോക്കൺ മൈ ഹാർട്ട്. നീ എൻ്റെ ഹൃദയം തകർത്തു. വി ഹാവ് സ്പെൻഡ് 4000 rupees ഓൺ ദിസ് ഡ്രസ്. ഈ വസ്ത്രത്തിന് ഞങ്ങൾ 4000 രൂപ ചെലവഴിച്ചു. ദേ ഹാവ് ട്രൈഡ് എ ലോട്ട് ടു ലേൺ ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് പഠിക്കാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അനു ആൻഡ് മനു ഹാവ് വാച്ച്ഡ് ദിസ് മൂവി. അനുവും മനുവും ഈ ഫിലിം കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഉദാഹരണങ്ങളിലെല്ലാം പ്ലൂറൽ സബ്ജക്ട്സ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഹാവ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാവ് പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹാസ് ദെൻ വേർബിൻ്റെ തേർഡ് ഫോം. ഫോർ എക്സാമ്പിൾ, ഹി ഹാസ് ജോയിൻഡ് എ ജിം. അദ്ദേഹം ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തു. മനു ഹാസ് ക്ലീൻഡ് ദ കാർ. മനു കാർ വൃത്തിയാക്കി. ഷി ഹാസ് മെറ്റ് രാഹുൽ. അവൾ രാഹുലിനെ കണ്ടിട്ടുണ്ട്. ദ ട്രെയിൻ ഹാസ് അറൈവ്ഡ്. ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഇനി ഹാഡ് ഓക്സിലിയറി വേർബായിട്ട് ഉപയോഗിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. പാസ്റ്റിലായതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഹാഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾസ്, ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. യു ഹാഡ് ബ്രോക്കൺ മൈ ഹാർട്ട്. നിങ്ങൾ എൻ്റെ ഹൃദയം തകർത്തിട്ടുണ്ടായിരുന്നു. ദേ ഹാഡ് ട്രൈഡ് എ ലോട്ട് ടു ലേൺ ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് പഠിക്കാൻ ധാരാളം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് ജോയിൻഡ് എ ജിം. അവൻ ഒരു ജിമ്മിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് മെറ്റ് രാഹുൽ. അവൾ രാഹുലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും തമ്മിലുള്ള ഡിഫറൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ അവസാനിച്ച ഒരു കാര്യമാണ്. എന്നാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ തുടങ്ങി ഈ പ്രസൻറ്റുമായിട്ട് അതിനൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, മനു ഹാസ് ജോയിൻഡ് ജിം. മനു ഹാഡ് ജോയിൻഡ് ജിം. മനു ഹാസ് ജോയിൻഡ് ജിം എന്ന് പറഞ്ഞാൽ മനു ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ അടുത്ത കാലത്ത് അവൻ ജിമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും അവൻ ജിമ്മിലേക്ക് പോകാറുണ്ട്. അതാണ് പ്രസൻറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അവൻ അങ്ങനെ കുറച്ച് കാലമൊക്കെ ജിമ്മിൽ പോയി, പിന്നെ അത് നിർത്തി, പോകാറില്ല. പിന്നെയും കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ പറയാണ് മനു ഹാഡ് ജോയിൻഡ് ജിം. മനു ജിമ്മിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ അതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. പാസ്റ്റിൽ അങ്ങനെ ജോയിൻ ചെയ്ത് പിന്നെ അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതുമായിട്ട് യാതൊരു കണക്ഷനുമില്ല. ഓക്കെ, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കി. അതായത് ഇപ്പോൾ ആ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട്, ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ ഒരു തൊട്ട് മുമ്പാണ് അത് പെർഫെക്റ്റ് ആയിട്ടും കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നത്. എന്നാൽ ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ജോലി പൂർത്തിയാക്കിയത് നമുക്ക് കാണാൻ കഴിയില്ല. മുമ്പ് എപ്പോഴോ ഒരു ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ പെർഫെക്ഷനോ അതോ നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഹാവ്, ഹാസ്, ഹാഡ് ഓക്സിലിയറി വേർബായിട്ടും മെയിൻ വേർബായിട്ടും എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഐ വിൽ ബി ബാക്ക് സൂൺ വിത്ത് ആൻ അതർ ലെസൺ.